السلام عليكم ورحمة الله. الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മലിക്കുൽ ജബ്ബാറായ ഏകനായ പടച്ച റബ്ബിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചും പകർത്തിയും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ഒരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബിൻ്റെ മുത്തഖീങ്ങളായ മുവഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമുക്ക് ഈ വർഷത്തെ പുണ്യ റമളാനിലെ പുണ്യമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വിശേഷിപ്പിച്ച പുണ്യമാക്കപ്പെട്ട ദിവസത്തിലൂടെ പരിശുദ്ധ ജുമുഅയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സമയം, സന്ദർഭം വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകളെ ഈ പരിശുദ്ധ റമളാനിൽ നമ്മളെപ്പോലെ ആഗ്രഹിച്ച ആളുകൾ, നമ്മളെപ്പോലെ കൊതിച്ച ആളുകൾ റമളാനിൽ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും ലഭിച്ചാൽ അള്ളാഹുവെ നോമ്പനുഷ്ഠിക്കുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനും രാത്രിയിലെ നമസ്കാരം തറാവിഹ് നിർവഹിക്കുവാനും മറ്റ് സ്വതക്കകളും ദാനധർമ്മങ്ങളും ഇസ്തിഗ്ഫാറുകളും ഇഴ്തികാഫുകളും
സകലമാന സൽക്കർമ്മങ്ങളും ചെയ്യണം, അനുഷ്ഠിക്കണമെന്ന് നെയ്യത്താക്കിയ പല ആളുകളും ഇന്ന് മൗത്തായി 6 അടി മണ്ണിലാണ്, ഖബറിലാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ഇത് പൂർത്തിയാക്കുവാൻ സാധിക്കുമോ ഇല്ലേ എന്ന് നമുക്കറിയുകയില്ല. എങ്കിലും വിശ്വാസികളെ, ഞാനും നിങ്ങളും ഈ കിട്ടിയ അവസരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞ അരുളിയ ഈ അവസരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യുവഫിഖഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ലൽ മൗത്ത്. മരിക്കുന്നതിന് മുമ്പ് ചില ആളുകൾക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അമലു സ്വാലിഹാത്തുകൾ അനുഷ്ഠിക്കാൻ ചെയ്യാനുള്ള തൗഫീക്ക് നൽകാറുണ്ട്. ഈ തൗഫീക്കിനെ നേരെ ചൊവ്വെ ഉപയോഗപ്പെടുത്തി ഇനി 2 നോമ്പായിട്ടുള്ള ഇനിയും ഉണ്ടല്ലോ ദിവസങ്ങൾ എന്ന് വിചാരിച്ച് നമ്മുടെ സൽക്കർമ്മങ്ങളിൽ ഒരിക്കലും തന്നെ ഒരു ആവധാനതയോ ഒരു അലസതയോ പിടികൂടാൻ പാടില്ല. കാരണം ഒരു ദിവസത്തെ നോമ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ലഭിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ രോഗികളാവുകയോ മൗത്താവുകയോ പോവുകയോ ചെയ്താൽ നമ്മൾ ആലോചിക്കുക, വിശ്വാസികളെ, ഇനി നമുക്ക് അവസരങ്ങൾ ലഭിച്ചു കൊള്ളണമെന്നില്ല എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. വിശ്വാസികളെ, ഈ പരിശുദ്ധ റമദാനിൽ നാം നോമ്പനുഷ്ഠിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയെ മുസ്ലിം ലോകത്തിനുള്ളൂ. പരിശുദ്ധ ഖുർആൻ നമുക്കതിന് നൽകിയ മറുപടി, എന്തുകൊണ്ടാണ് നോമ്പനുഷ്ഠിക്കേണ്ടത് എന്നതിന് സൂറത്ത് ബഖറയിൽ 185 ആയത്തിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിക്കൊടുത്തത് ഈ മാസത്തിലാണ്, അഥവാ പരിശുദ്ധ റമളാനിലാണ്. അതുകൊണ്ടാണ് ആ ഇറക്കിയ രാത്രിയെ ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ രാത്രി എന്ന് പറഞ്ഞു. അതേ രൂപത്തിൽ തന്നെ ആ ഇറക്കിയ വേദഗ്രന്ഥത്തെ കിതാബുൽ മുബാറക, അനുഗ്രഹീതമായ ഗ്രന്ഥം എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ വിശേഷിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കിയ മാസമാണ്. ഹുദൽ ലിന്നാസ്, അത് സർവ്വ മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ മാത്രം ഒരു പ്രോപ്പർട്ടിയോ മുസ്ലിം ഉമ്മത്തിന് മാത്രം ഉപയോഗപ്പെടുത്താനുള്ള ഒന്നല്ല ഗ്രന്ഥം. മറ്റുള്ള ആളുകൾ ആ ഗ്രന്ഥം തൊട്ടാലോ വായിച്ചാലോ കണ്ണു പൊട്ടുമെന്ന അബദ്ധ ജഡിലമായ വിശ്വാസം ഒരിക്കലും വിശ്വാസിയിൽ ഉണ്ടാവാൻ പാടില്ല. ഹുദൽ ലിന്നാസ്, സർവ്വ മനുഷ്യർക്കുമുള്ള ഗൈഡൻസ്, ഡയറക്ഷൻ, നിർദ്ദേശം, ഹുദ, അത് ഈ ഖുർആനിലൂടെയാണ്. നാം മറ്റുള്ള ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട കടമ നമ്മളിലുണ്ട്. വബയ്യിനാതിൻ മിനൽ ഹുദ, സന്മാർഗത്തിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ, ഓരോന്നിന്റെയും തെളിവുകൾ വ്യക്തമായി ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരികയാണ്. വൽ ഫുർഖാൻ, സത്യവും അസത്യവും വിവേചിച്ചറിയുവാനുള്ള ഒരു ഗ്രന്ഥം. ഏതാണ് സത്യം, ഏതാണ് അസത്യം? അവര് പറയുന്നു ഇന്നത്, ഇവർ പറയുന്നു ഇന്നത്, ഞാൻ ഏത് സ്വീകരിക്കണം? മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് സംഘടനകൾ, ഒരുപാട് ഹിസ്ബിയത്തുകൾ പലതുമുണ്ട്, പല സംഘടനകളും പലതുമാണ്. ഞാൻ ഏത് സ്വീകരിക്കണം? സ്വീകരിക്കേണ്ടത് ഏതാണോ ഖുർആൻ പറയുന്നത്, ഏതാണോ ഹദീസിലുള്ളത്, ഖുർആന്റെ വിശദീകരണമായ, അതാണ് സത്യ അസത്യ വിവേചം. വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹർ, ആരെങ്കിലും ആ മാസത്തിൽ ആരോഗ്യത്തോടും ആഫിയത്തോടും ജീവിക്കുന്നുവെങ്കിൽ, സാക്ഷികളാണെങ്കിൽ, ആ റമളാൻ മാസത്തിന് സാക്ഷികൾ, ഫല്യസുംഹു, അവൻ നോമ്പനുഷ്ഠിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഈ ഷഹ്റു റമളാൻ ഷഹ്റുൽ ഖുർആനാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനും പാരായണത്തിനും തെരഞ്ഞെടുത്തത് പരിശുദ്ധ റമളാനായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എല്ലാ റമളാനിന്റെ രാത്രികളിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരാറുണ്ട്. വകാന ജിബ്രീലു യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിന്റെ ഓരോ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുക്കൽ വരും. ഫയുദാരിസുൽ ഖുർആൻ, എന്നിട്ട് റസൂലുള്ളാഹിയെ ഖുർആൻ പഠിപ്പിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാരായണം പഠിപ്പിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹിഫ്ള് പഠിപ്പിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിന്റെ ബയാൻ പറഞ്ഞു കൊടുക്കും. എല്ലാ കാര്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിറാസത്ത് തന്നെ അവിടെ നടക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയം അല്ലാഹുവിന്റെ റസൂൽ ഹീന യൽഖാഉ ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുമ്പോൾ അജ്വദു ബിൽ ഖൈരി മിൻ റീഹിൽ മുർസല,
അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും ഔദാര്യം ചെയ്യാറുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ. അപ്പൊ പരിശുദ്ധ റമദാനിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തെരഞ്ഞെടുത്ത മാസം. വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ പരിശുദ്ധ ഖുർആനിന്റെ പഠനവും അതിന്റെ പാരായണവും അതിന്റെ ജീവിതത്തിൽ പകർത്തലുമൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ റമദാനിൽ പ്രത്യേകമായി 10 ദിവസം കൊണ്ട് ഖുർആൻ മുഴുവനായി ഖത്തം തീർത്തതും 7 ദിവസം കൊണ്ടും 3 ദിവസം കൊണ്ടുമൊക്കെ അവർ ഖുർആൻ മുഴുവനായി ഓതി തീർത്തതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രമാണങ്ങളിൽ നിന്ന്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള ആളുകൾ അവർ എല്ലാ ക്ലാസ്സുകളും മാറ്റിവെച്ച് ഖുർആനിന്റെ പഠനത്തിൽ മുഴുകാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്രകാരം തന്നെ പ്രഗത്ഭരായ മുസ്ലിം ഉമ്മത്തിലെ അയിമ്മത്തുകളും സലഫു സ്വാലിഹീങ്ങളും ഒക്കെ പ്രത്യേകമായി ഖുർആനിനും പഠനത്തിനും പാരായണത്തിനുമൊക്കെ സമയം കണ്ടെത്താറുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 60 തവണയോളം ഖുർആൻ മുഴുവനായി പാരായണം ചെയ്തു തീർക്കാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാം കൊണ്ടും വിശ്വാസികളെ പരിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണവും ഒക്കെ പരിശുദ്ധ റമദാനിൽ നാം നിർവഹിക്കണം. അതിന്റെ പാരായണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. എങ്കിലേ അള്ളാഹുവിന്റെ അടിമകളാവുകയുള്ളൂ. അതിന്റെ പഠനവും അതിന്റെ പാരായണവും നമുക്ക് ഉപകാരപ്പെടണം. അള്ളാഹു തആല അതാണ് നമ്മളോട് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിന്റെ പഠനം അതിന്റെ പാരായണത്തിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പുണ്യകരമായി പഠിപ്പിച്ചു. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചു. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളുകൾ, വഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖനാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും. യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത കച്ചവടമാണ് അവർ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിന് പാരായണത്തിന് പുണ്യമുണ്ട് വിശ്വാസികളെ. നമ്മൾ അതിന് സമയം കണ്ടെത്തണം. നമ്മളെല്ലാ തിരക്കുകളും മാറ്റിവെക്കണം. ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി മുഴുകിയാൽ മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന, പരിശുദ്ധ ഖുർആനിൽ നിന്നൊരു അക്ഷരം പാരായണം ചെയ്താൽ 10 നന്മകളാണ്. അല്ലാഹു തആല വൽ ഹസനതു ബിഅശരി അംസാലിഹ, ഒരു അക്ഷരം പാരായണം ചെയ്താൽ ഒരു നന്മയാകും. ആ ഒരു നന്മ തന്നെ 10 ഇരട്ടിയായി രേഖപ്പെടുത്തും. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, അലിഫ് ലാം മീം നിങ്ങൾ പാരായണം ചെയ്താൽ അതൊരക്ഷരമല്ല കേട്ടോ. അത് അലിഫ് വലാകിൻ അലിഫ് ഹർഫുൻ, അലിഫ് ഒരു അക്ഷരമാണ്. വലാമു ഹർഫുൻ, ലാം ഒരു അക്ഷരമാണ്. വമീമു ഹർഫുൻ, മീം ഒരു അക്ഷരമാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം വലിയ പുണ്യകരമായ കാര്യമാണ്. ഈ ഖുർആനിന്റെ പാരായണം ചെയ്താൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, നാളെ പരലോകത്ത് നമ്മൾ വരുമ്പോ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി, എല്ലാവരും അതാ തന്റെ സഹോദരന്റെ അടുക്കൽ നിന്ന്, സഹധർമ്മിയുടെ അടുക്കൽ നിന്ന്, മാതാവിന്റെ പിതാവിന്റെ അടുക്കൽ നിന്ന് ഓടി അകലുന്ന ദിവസമാണ്. കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അകലുക, നഫ്സി നഫ്സി. ആ സമയത്ത് നമുക്കൊന്ന് റെക്കമെൻഡ് പറയാൻ, നമ്മുടെ കാര്യത്തിൽ അള്ളാഹുവിനോടൊന്ന് സംസാരിക്കാൻ, ശഫാഅത്ത് പറയാൻ. ഇഖ്റഉ അൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്തോ. ഫഇന്നഹു യഅതി, തീർച്ചയായും ആ ഖുർആൻ വരും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ശഫീഅൻ ലി അസ്ഹാബിഹി, അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഇന്ന സിയാമ വൽ ഖുർആന, ഖുർആനും നോമ്പും അതിന്റെ ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് പറയും, റെക്കമെൻഡ് പറയും. അസ്സിയാം വൽ ഖുർആൻ യശ്ഫഅനി ലി അബ്ദിൻ യൗമൽ ഖിയാമ, ഖുർആൻ പറയും, അല്ലാഹുവേ അവന്റെ ഉറക്കം ഞാനാണ് കെടുത്തിയത്, അല്ലാഹുവേ അവൻ എന്നെ പാരായണം ചെയ്തതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഒരു ശഫാഅത്ത് ഈ മനുഷ്യന്റെ കാര്യത്തിൽ സ്വീകരിക്കണേ. അപ്പൊ സ്വീകരിക്കുമെന്നുള്ളതാണ്. നോമ്പ് പറയും, അല്ലാഹുവേ ഞാനാണ് അവന്റെ ഭക്ഷണ പാനീയങ്ങൾ തടഞ്ഞത് എന്റെ കാരണമാണ്, അതുകൊണ്ട് എന്റെ റെക്കമെൻഡ് ഒന്ന് സ്വീകരിക്കണേ. അല്ലാഹു തആല സ്വീകരിക്കും. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല
അള്ളാഹു തആല ഈ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയ നഷ്ടപ്പെട്ടു പോകാത്ത കച്ചവടമാണ്. അതുകൊണ്ട് നമ്മൾ ഖുർആൻ പാരായണം നമ്മൾ നിത്യവും നിർവഹിക്കണം. അതേ പ്രകാരം തന്നെ ഈ ഖുർആൻ പാരായണത്തിലൂടെ നമുക്ക് റെക്കമെൻഡ് ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പാരായണം ചെയ്യുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത്, അതാ സ്വർഗലോകത്ത് അവരോട് പറയാ, ഈ ലോകത്തുനിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു, അവർ ഉറക്കം ഒഴിവാക്കി ക്ഷീണം സഹിച്ചു ഖുർആൻ ഇങ്ങനെ മടികൂടാതെ ദീർഘനേരം പാരായണം ചെയ്ത ആളുകൾക്ക് യുഖാലു ലി സ്വാഹിബിൽ ഖുർആനി, ഖുർആനിന്റെ ആളോട് പറയും, ഇഖ്റ വർത്തഖി, നീ ഖുർആൻ പാരായണം ചെയ്തോ, എന്നിട്ട് വർത്തഖി, ആ സ്വർഗത്തിന്റെ 100 പടികൾ ദറജകളുള്ള സ്വർഗലോകം, ആ സ്വർഗലോകത്ത് നീ കയറിപ്പോയിക്കോ. ഒരുപാട് പടികൾ കയറി പോകുമ്പോഴും സുഖങ്ങളും സൗകര്യങ്ങളും കൂടി വരും. വറത്തിൽ കമാ കുന്ത തുറത്തിലു ഫിദ്ദുനിയാ, ദുനിയാവിൽ എങ്ങനെയാണോ ഖുർആൻ പാരായണം ചെയ്തത് അപ്രകാരം നീ ഇവിടെ സ്വർഗലോകത്ത് പാരായണം ചെയ്ത് സ്വർഗത്തിന്റെ ഓരോ സ്റ്റെപ്പുകളും കയറിപ്പോയിക്കോ. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറൗഹാ, നീ പാരായണം ചെയ്ത് അവസാനിക്കുന്ന അവസാനത്തെ ആയത്തിലെ അത്രത്തോളം വിശാലമാണ് സ്വർഗലോകത്ത് നിന്റെ മൻസിൽ സ്ഥാനം. സ്വർഗം ആകാശഭൂമികളോളം വിശാലമാണ്. വിശ്വാസികളെ, ആ നെയ്യത്തൊക്കെ മനസ്സിൽ വിചാരിക്കണം പാരായണം ചെയ്യുമ്പോൾ. അലക്ഷ്യമായി പാരായണം ചെയ്യാതിരിക്കുക. ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മതയോട്, ആ തഖ്വയോടുകൂടി പറഞ്ഞ നെയ്യത്തുകളൊക്കെ വെച്ച് ഈമാനോടുകൂടി തന്നെ, ഇഹ്തിസാബോടുകൂടി തന്നെ ഖുർആൻ പാരായണം ചെയ്യണം. മറ്റൊന്ന് വിശ്വാസികളെ, ഖുർആനിന്റെ പാരായണം എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ വെറും ഒരു പാരായണത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ഗ്രന്ഥമല്ല. അവിടെയും വിശ്വാസികൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ശരിയാ. അള്ളാഹു തആല അതിന്റെ പുണ്യം പറഞ്ഞിട്ടുണ്ട്, ശരിയാ. പക്ഷേ യഥാർത്ഥ പാരായണം എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സൂറത്ത് ബഖറ 121 അള്ളാഹു തആല പറയുകയാണ്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, അവർക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ ആ വേദഗ്രന്ഥം അൽ കിതാബ് ഖുർആൻ യത്ലൂനഹു, അത് തിലാവത്ത് നടത്തുക, ഹഖ്ഖ തിലാവതി, അതിന്റെ യഥാർത്ഥ പാരായണം. ഉലൈക യുഅ്മിനൂന ബിഹി, അവരതിൽ വിശ്വസിക്കുന്നവരാണ്. അവർ വിശ്വസിച്ചുകൊണ്ടാണ് പാരായണം ചെയ്ത അള്ളാഹിന്റെ കലാമാണ്. ഈ ഖുർആനിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും സത്യപ്പെടുത്തണം, അത് വിശ്വസിക്കണം, ഉറച്ച് അതിൽ വിശ്വസിക്കണം, മനസ്സതിൽ യഖീനാവണം. എന്നിട്ട് ഇതിന്റെ വിശദീകരണം അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, അദ്ദേഹം പറയാ, മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാണ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പാരായണത്തിന്റെ രീതി എന്താ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാണ്, ഇന്ന ഹഖ്ഖ തിലാവതി യുഹല്ലില ഹലാലഹു, ഖുർആൻ ഹലാലാക്കിയ അനുവദനീയമാക്കിയ കാര്യങ്ങൾ അനുവദനീയമാക്കുക, കാണാനും കേൾക്കാനും പറയാനും, അതുപോലെ തന്നെ കൊടുക്കാനും വാങ്ങാനും, അതുപോലെ തന്നെ എല്ലാ ബിസിനസ്സുകളിലും ജോലികളിലും വ്യവഹാരങ്ങളിലും എല്ലാ മേഖലകളിലും വിശ്വാസികളെ ഹലാലാക്കിയ കാര്യങ്ങൾ, ഖുർആൻ ഹലാലാക്കിയത് ചെയ്യുക. വയുഹരിമ ഹറാമഹു, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങള്, അത് ശിർക്കാകട്ടെ, അതേ രൂപത്തിൽ പലിശയാകട്ടെ, മദ്യമാകട്ടെ, അതുപോലെ തന്നെ എന്ത് ഹറാമുകളോ, ലോട്ടറികളോ, എന്ത് ഹറാമുകളോ എന്താവട്ടെ, ചൂതാട്ടമാകട്ടെ, വ്യഭിചാരമാകട്ടെ, ചീട്ടുകൾ, എന്ത് ഹറാമുകളോ, തോന്നിവാസങ്ങളാകട്ടെ, വയുഹരിമ ഹറാമഹു, അത് ഹറാമായി തന്നെ കാണണം, അത് ഹറാമായി, അതാണ് പാരായണം. വയഖറഉ കമാ അൻസലഹുല്ലാഹ്, അല്ലാഹ് ഇറക്കിയതുപോലെ പാരായണം ചെയ്യണം. വലാ യുഹരിഫുൽ കലിമൻ മവാദിഇ, അതിന്റെ സ്ഥാനത്ത് നിന്ന് ആയത്തുകളെ, അതിന്റെ വാക്കുകളെ അടർത്തി മാറ്റാൻ പാടില്ല. വലാ യതഅവ്വലു മിൻഹു ശൈഅൻ ഗൈറ തഅവീലിഹി, ഖുർആനിനെ അതിനില്ലാത്ത അതിന്റെ വിശദീകരണം, അതിന് നൽകപ്പെടാത്ത വിശദീകരണം റസൂലുള്ളാഹിയും സ്വഹാബത്തും അഥവാ സലഫി മൻഹജ് പ്രകാരം നൽകപ്പെടാത്ത വിശദീകരണം, വ്യാഖ്യാനം ഖുർആനിനെ വ്യാഖ്യാനിക്കാനും പാടില്ല. ഇതാണ് തഫ്സീർ തബരി വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യഥാർത്ഥ ഖുർആൻ പാരായണം. നമ്മളതിങ്ങനെ ഓതുക, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന് സൂറത്ത് മുത്തഫിഫീൽ പാരായണം ചെയ്യുക. ഖിയാമത്തിൽ റബ്ബിന്റെ മുന്നിലേക്ക് എണീറ്റ് വരണ്ടേ. ഇത് പാരായണം ചെയ്ത മനുഷ്യൻ കടയിൽ പോലും ജോലി ചെയ്യുമ്പോൾ
വ്യവഹാരം ചെയ്യുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ അളവിലും തൂക്കത്തിലും അതിന്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒക്കെ കുറവ് വരുത്തി കൊടുത്താൽ എങ്ങനെ പാരായണം ശരിയാകും? പലിശ വാങ്ങരുത്, കൊടുക്കരുത്, ഹറാമാണെന്ന് പറയുക, അള്ളാഹുവിനോട് റസൂലിനോടുമുള്ള യുദ്ധം പ്രഖ്യാപനമാണ് പലിശയിലൂടെ ചെയ്യുന്നതെന്ന് പറയുക, എന്നിട്ട് ബാങ്കിൽ പോയി പലിശക്ക് ഒപ്പിട്ട് കൊടുക്കുക, അല്ലെ? പലിശയുടെ കാര്യങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുക, അതിനൊപ്പിടുക, അതിനു വേണ്ടി അത് വാങ്ങുക, കൊടുക്കുക. ഇത് മുസ്ലിം ഉമ്മത്തിന് പറ്റൂല. കള്ള് ഹറാമാണ്, പാടില്ല എന്ന് ഓതുക, പാരായണം ചെയ്യുക, വിട്ടുനിൽക്കണേ, എന്നിട്ട് അത് കുടിക്കുക. എങ്ങനെ മുസ്ലിമിന് ശരിയാകും? കളവും കാര്യവും കരിഞ്ചന്റെയും വെട്ടിപ്പും തട്ടിപ്പും കൊലപാതകങ്ങളും എല്ലാ തോന്നിവാസങ്ങളും വൃത്തികേടുകളും കാണുന്നതും കേൾക്കുന്നതും പാടില്ല എന്ന് പഠിപ്പിക്കുക. എന്നിട്ട് ഖുർആനിലൂടെ ഇതൊക്കെ ഓതുകയും ചെയ്യുക, നേരെ വിപരീതം ചെയ്യുക. എങ്ങനെ ശരിയാകും? യഥാർത്ഥ പാരായണമാകണമെങ്കിൽ അതിൽ പറഞ്ഞതുപോലെ ആയിരിക്കണം. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത് വിശ്വാസികളെ അതിന്റെ ഉറ്റാലോചനയാണ്. അതിന്റെ ആയത്തുകളും അതിന്റെ വരികളെയും ഓരോന്നിനെയും കുറിച്ച് ചിന്തിച്ചു പഠിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിച്ചില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ? എന്താണ് അവർ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കാത്തത്, തദബ്ബുർ നടത്താത്തത്? തിലാവത്ത് നമ്മൾ നടത്താറുണ്ട്, തദബ്ബുർ നമ്മൾ നടത്താറുണ്ടോ? ആലോചിക്കണേ. അവരുടെ ഹൃദയം എന്താണ്, പൂട്ടിയിരിക്കുകയാണോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാ. അപ്പൊ ഖുർആനിന്റെ പാരായണത്തിൽ തദബ്ബുർ വേണം, തഫക്കുർ വേണം, ചിന്ത വേണം. ഇല്ലാതെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാവുകയില്ല. വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കുക, ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം നമ്മളെ ഉണർത്തിയത് വിശ്വാസികളായ നമ്മളൊന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. ഒരിക്കൽ നബി എന്റെ അടുക്കൽ വന്നു, എന്റെ അടുക്കൽ അത്താനി ഫീ ലൈലതി ഹത്താ മസ്സ ജിൽദുഹു ജിൽദി, നബിയുടെ തൊലിയും എന്റെ തൊലിയും അടുത്തു ഞങ്ങൾ വിരിപ്പിലേക്ക് കടന്നപ്പോ, സുമ്മ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദർനി അതഅബ്ബുദു ലിറബ്ബി അസ്സ വജല്ല, ആയിഷ എന്നെ വിട്ടേക്കു, ഞാൻ എന്റെ റബ്ബിനെ ആരാധിക്കാൻ പോവുകയാണ്. ഇന്ന് നിന്റെ കൂടെ കിടക്കാൻ ഞാനില്ല, ഇന്ന് ഞാൻ എന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ പോവുകയാണ്. കാലത്ത് ആ സമയത്ത് അവര് പറയാണ്, ഫഖുൽതു, ഞാൻ പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബു ഖുർബക വ ഇന്നി ലഉഹിബ്ബു, തീർച്ചയായും നബിയെ നിങ്ങളെ സാമീപ്യം എനിക്ക് വേണം, എനിക്ക് ഇന്ന് കിട്ടിയേ മതിയാകൂ, എനിക്ക് പ്രിയപ്പെട്ടതാണ് അങ്ങയുടെ സാമീപ്യം. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആയിഷ വ ഇന്നി ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നത് റബ്ബിനെ ആരാധിക്കാനാണ്, എന്റെ റബ്ബിനോട് ഇബാദത്ത് ചെയ്യാനാണ്. അങ്ങനെ ഫഖാമ ഇലാ ഖിർബത്തിൻ ഫതവല്ലാഹ, അള്ളാന്റെ റസൂൽ അതാ ഒരു തോൽസഞ്ചി എടുത്തു, അതിന്റെ അടുത്തേക്ക് നടന്നു, എണീറ്റിട്ട് ഉളുവെടുത്തു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖാമ യുസല്ലി, പിന്നെ നമസ്കരിക്കുകയാണ്. നമസ്കരിച്ചിട്ട് ഫബഖാ ഹത്താ ബല്ല ലിഹിയതൈ സുമ്മ സജദ ഫബഖാ ഹത്താ ബല്ലൽ അർള് സുമ്മ ഇൽതജഅ അലാ ജംബി ഫബഖാ ഹത്താ ഇദാ അതാ ബിലാലുൻ യുദിനുഹു ബിസ്വലാത്തി സുബ്ഹി. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് നമസ്കരിച്ചിട്ട് റസൂലുള്ളാഹി അവിടെ സുജൂദിൽ കിടക്കുകയാണ്. റസൂലുള്ള പൊട്ടിക്കരയുകയാണ്. റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. ആ ഭൂമി നിലയൊന്നടങ്കം അവിടെ വെള്ളം റസൂലുള്ളാഹിന്റെ കണ്ണീര് കൊണ്ട് കണ്ണീര് വാർത്തു ഒലിച്ചുപോയി. റസൂലുള്ളാഹിന്റെ താടിയെല്ലുകളൊക്കെ നനഞ്ഞു ഒഴുകുകയാണ്. സുമ്മ സജദ ഫബഖാ, പിന്നെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാണ്. എന്നിട്ട് ആ സമയം അതാ റസൂലുള്ളാഹി ചെരിഞ്ഞ് കിടന്നുകൊണ്ട് ഇൽതജഅ അലാ ജംബി ഫബഖാ, കരയുകയാ, തേങ്ങി കരയുകയാ. ഹത്താ ഇദാ അതാ ബിലാലുൻ യുദിനു ബിസ്വലാത്തി സുബ്ഹി, സുബ്ഹി ബാങ്ക് കൊടുക്കാൻ പള്ളിയിലേക്ക് ബിലാൽ റളിയല്ലാഹു വരികയാണ്. ആ സമയം റസൂലുള്ളാഹിനെ കരയുന്നത് കണ്ടപ്പോ ബിലാൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ യുബ്കീക്, എന്താ നബിയെ കരയുന്നത്? വഖദ് ഗഫറല്ലാഹു ലക ദംബക് മാ തഖദ്ദമ മാ തഅഖർ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങക്ക് അല്ലാഹു തആല കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തു തന്നിട്ടുണ്ടല്ലോ, അങ്ങ് മഅ്സൂമാണല്ലോ റസൂലേ. ഫഖാല, അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്ക് വിശ്വാസികളെ എന്താ? വൈഹക് യാ ബിലാൽ, ബിലാലെ നിനക്ക് നാശം.
വമാ യംനഉനി അൻ അബ്കിയ, നിനക്കെങ്ങനെ കരയില്ലെന്ന് തടുക്കാൻ കഴിയും? ഞാൻ കരയുന്നത് ഇല്ലാതാക്കാൻ തടുക്കാൻ എങ്ങനെ കഴിയും ബിലാൽ? വഖദ് ഉൻസില അലയ്യ ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ എനിക്ക് അവതരിച്ച ആയത്തില്ലേ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിൽ അൽബാബ് എന്ന് തുടങ്ങുന്ന ഈ വചനങ്ങളിലെ ഈ ആയത്തുകൾ ഇന്ന് എനിക്ക് അവതരിച്ചിട്ടുണ്ട് ബിലാൽ. ഇത് ആലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെ കരയാതിരിക്കും? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, അങ്ങനെ രാവു പകലുകൾ മാറി വരുന്നതിൽ, എന്നിട്ട് പറയുകയാണ്, പടച്ചോനെ സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ സുബ്ഹാനമാ ഖലഖ്ത റബ്ബേ, നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല, ഫഖ്ന അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ എന്ന് തുടങ്ങുന്ന ആ ആയത്തുകൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ബിലാൽ. പിന്നെങ്ങനെ ഞാൻ കരയാതിരിക്കും? അല്ലേ? നിന്നും കിടന്നും ചിന്തിക്കുന്ന ആളുകൾ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ വാക്കാണ് എന്റെ നിങ്ങളെ കൽബിൽ തറക്കേണ്ടത്. എന്താ പറഞ്ഞത്? വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് ചിന്തിക്കാതെ പാരായണം ചെയ്യുന്ന ആളുകൾ, അവർക്കാകുന്നു നാശം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൽ ലിമൻ ഖറഅഹാ, അത് ഖിറാഅത്ത് നടത്തും ചില ആളുകൾ, വലം യതഫക്കർ ഫീഹാ, അതിൽ ചിന്തിക്കുകയില്ല. ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? വിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം എങ്ങനെയായിരിക്കണം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ തദബ്ബുറോട് കൂടിയായിരിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥം നിങ്ങൾക്ക് നാം ഇതാ ഇറക്കി തന്നിരിക്കുന്നു. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി, ഓരോ ആയത്തുകളും ചിന്തിച്ചു പഠിക്കണം. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ചിന്തയുള്ള ആളുകൾ അത് ഉച്ചാലോചിച്ച് പഠിക്കണം. വിശ്വാസികളെ മനസ്സിലാക്കണം. ഖിറാഅത്തിൽ തിലാവത്തിൽ മാത്രം പോരാ, തദബ്ബുർ വേണം, തഫക്കുർ വേണം. അത് നമ്മുടെ മേൽ നിർബന്ധമാണ്. എത്ര റമളാനുകൾ കഴിഞ്ഞുപോയി, ഒരുപാട് ജുസുകൾ തീർത്തു, പാരായണം ചെയ്തു എന്നൊക്കെ പറയാൻ നമുക്കുണ്ട് വിശ്വാസികളെ. നമ്മൾ എത്ര ആളുകൾ എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ആളുകൾ നമ്മളത് പകർത്തി, അല്ലെങ്കിൽ എത്ര ആളുകൾ ചിന്തിച്ചു അത് ഉൾക്കൊണ്ടു എന്ന് നമ്മൾ ആലോചിക്കണം. അതാണ് സ്വഹാബാക്കളെ ചരിത്രം നമ്മൾ വായിക്കേണ്ട. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുകയാണ്, ഞങ്ങൾ കാന റജുലു മിന്നാ ഇദാ തഅല്ലമ 10 ആയാത്തിൻ, 10 ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് പഠിച്ചാൽ, ലം യുജാവിസുഹുന്ന ഹത്താ യഅരിഫ മആനിഹിന്ന വൽ അമല ബിഹിന്ന, ആ ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും ആശയവും ഞങ്ങൾ അറിയുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ അമലായി കൊണ്ടുവരികയും ചെയ്തിട്ടല്ലാതെ അടുത്ത 10 ആയത്തിലേക്ക് ഞങ്ങൾ വിട്ടുകിടക്കാറില്ല. വിശ്വാസികളെ ഗൗരവമാണ്. പാരായണം ചെയ്തത് കൊണ്ട് മാത്രം സംതൃപ്തി അടയേണ്ടതില്ല. ഞാൻ ഇത്ര പാരായണം ചെയ്തതുകൊണ്ട് മാത്രം സംതൃപ്തി അടയേണ്ടതില്ല. ഇവിടെ നമ്മൾ ആലോചിക്കണം, ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഇത്ര നമ്മൾ അത് പകർത്താൻ, നമുക്കത് പഠിക്കാനുള്ള കാര്യങ്ങൾ സ്വഹാബാക്കൾ പറയുന്ന രംഗം നമ്മളൊന്ന് ആലോചിക്കുക. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ, എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോ, ഖുർആൻ തന്നെ പറയുന്ന മറുപടി നമ്മൾ കേൾക്കുക. ഖുർആനിന്റെ പാരായണം ചെയ്താൽ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു ഇറക്കിയ ഏറ്റവും നല്ല വർത്തമാനമാണ് കിതാബൻ മുതശാബിഹ, അത് ആവർത്തിതമായ വചനങ്ങളാകുന്ന ഗ്രന്ഥം. മസാനിയ തഖശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അത് പാരായണം ചെയ്യുന്ന ആളുകളുടെ തൊലികൾ രോമാഞ്ചം കൊള്ളും, വിറകൊള്ളും. യഖ്ശൗന റബ്ബഹും, റബ്ബിനെ പേടിക്കുന്ന ആളുകൾ പാരായണം ചെയ്താൽ. സുമ്മ തലീന ജുനൂദഹും, പിന്നീട് അവരുടെ തൊലികൾ വിനയപ്പെടും. വഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളിൽ ആ ദിക്റില്ല, അല്ലാഹുവിനെ ഓർക്കാൻ. ദാലിക ഹുദല്ലാഹ് യഹ്ദീ ബിഹി മൻ യശാ, അതാണ് അല്ലാഹു കൊടുക്കുന്ന ഹുദാ. അതുകൊണ്ട് വിശ്വാസികളെ, ഖുർആനിന്റെ പാരായണം ഇങ്ങനെയുള്ള പാരായണമായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. നമുക്കൊരു മാറ്റവുമില്ല, നമ്മളെ മനസ്സിനൊന്നും പിടിച്ചു കുലുക്കുന്നില്ല. പിന്നെ എന്ത് പാരായണമാണ്? പിന്നെ എന്താണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നമ്മൾ ആലോചിക്കുക. അലം യഅനിലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹനെ പേടിച്ച് അല്ലാഹന്റെ ദിക്റിലേക്ക് ഹൃദയം വിനയപ്പെടാൻ, പേടിക്കാൻ.
വമാ നസല മിനൽ ഹഖ്, അല്ലാഹ് ഇറക്കിയ സത്യമാകുന്ന ഖുർആനിലേക്കും ഹൃദയം പേടിപ്പെടാൻ ഖുശൂ ഉണ്ടാകാൻ സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, മുമ്പ് തൗറാത്തും ഇഞ്ചീലും നൽകപ്പെട്ട യഹൂദ നസറാനികളെ അഹ്ലു കിതാബിനെ പോലെ ആകാതിരിക്കാനും ഫത്വാല അലൈഹിമുൽ അമദു, അവർക്ക് കാലം നീണ്ടുപോയി, ഫഖസത് ഖുലൂബുഹും, ഹൃദയം കടുത്തുപോയി, കസീറും മിൻഹും ഫാസിഖൂൻ, അവർ അധിക ആളുകൾ തമ്മാടികളായി. എന്താണ് അഹ്ലു കിതാബിന്റെ സ്വഭാവം? മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, അവർ ഗ്രന്ഥ ചുമട്ട് വഹിക്കുന്ന കഴുതകളെ പോലെയാ. ഗ്രന്ഥത്തിന്റെ കെട്ടുകൾ ചുമട്ടുകൾ വഹിക്കുന്ന കഴുത എന്താണ് ഈ ഗ്രന്ഥ ചുമട്ടിലുള്ളതെന്ന് അറിയുന്നില്ല. ഇതുപോലെയാണ് ഗ്രന്ഥത്തിന്റെ ആളുകളാണ്, ഉടമകളാണെന്ന് പറഞ്ഞിട്ട് ഇതിലെന്താണ് ഉള്ളത് എന്ന് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും പകർത്താനും തയ്യാറാകാത്ത ആളുകൾ. വിശ്വാസികളെ, നാം നമ്മളെ കുറിച്ച് ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. ഈ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം ചില ആളുകളോട് പാരായണത്തിന്റെ വിഷയങ്ങൾ പറയുമ്പോ മനസ്സിലേക്ക് യേശുന്നില്ല. അല്ലാഹു തആല പറയാ, പരിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ പാരായണം ചെയ്യുന്ന ആളുകൾ വൈദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയ്യുനഹും തഫീദു മിനദ്ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, ഖുർആനിൽ നിന്ന് സത്യം മനസ്സിലാക്കിയത് കാരണം അല്ലാഹുവിന്റെ റസൂൽ അവതരിച്ച ഖുർആൻ അവർ കേട്ടാലും പാരായണിച്ചിൽ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകുന്ന യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅ ശാഹിദീൻ, പറയും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ശുഹദാക്കളിൽ ഷാഹിദീങ്ങളിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങൾക്ക് നീ കൊണ്ടുവന്ന ഇത് ഹഖ്, ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാനേ കഴിയുകയുള്ളൂ, വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല. വമാ ലനാ ലാ നുഅ്മിനു ബില്ലാഹി വമാ ജാഅനാ മിനൽ ഹഖ് വനതമാ യുദ്ഖിൽനാ റബ്ബുനാ മഅൽ ഖൗമി സ്വാലിഹീൻ, നല്ല ആളുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തലെന്ന് പ്രാർത്ഥിക്കും അമ്പിയാവിന്റെ ഔലിയാന്റെ കൂടെ എന്ന്. വിശ്വാസികളെ മനസ്സിലാക്കുക, ഈ ആയത്തുകളൊക്കെ പാരായണം ചെയ്യുന്ന ആളുകൾ അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും എന്നുള്ള ആയത്ത്, അത് വെറും ഒരു പാരായണത്തിൽ നിർത്തരുത്. ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹം മരുഭൂമിയിൽ വേട്ടപ്പട്ടി എന്നറിയപ്പെടുന്ന ആളെ, ജാഹിലിയ കാലത്ത് തോന്നിവാസിയായി എല്ലാ വൃത്തികേടുകളും ചെയ്ത അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ പ്രിയ കാമുകിയുടെ അടുക്കൽ അദ്ദേഹം വരിക രാത്രിയിൽ. അപ്പോ ഈ പെണ്ണ് മുസ്ലിമായിട്ട് ആ പെണ്ണ് ഖുർആൻ പാരായണം ചെയ്യാ. നിങ്ങൾക്ക് അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹി, അല്ലാഹനെ പേടിച്ച് ഹൃദയങ്ങൾ ഭയപ്പെടാൻ സമയമായില്ലേ എന്നുള്ള ആയത്ത്. ഈ ആയത്ത് കേട്ടപ്പോ അദ്ദേഹം പേടിച്ച് വിറച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും അദ്ദേഹത്തിന്റെ ഖൽബിലേക്ക് ഈമാൻ ഇറങ്ങുകയും അദ്ദേഹം വിശ്വാസിയായി തീരുകയും ചെയ്ത മനുഷ്യനാ. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മാറ്റിയത് മരിക്കുന്ന സമയം വരെ ഖബർ കുഴിച്ചു വെച്ച മനുഷ്യനാ. രാവിലെയും വൈകുന്നേരം ഖബർ സന്ദർശിക്കുന്ന മനുഷ്യനാ. ഈമാനിന്റെ നിറകുടമായത് ഖുർആൻ കൊണ്ടാണ്. വിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, എനിക്കൊന്ന് ഖുർആൻ ഓതി തരുമോ? ഇഖ്റ അലയ്യ ഖുർആൻ. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ എങ്ങനെ ഓതും നബിയെ? അങ്ങയുടെ മേലല്ലേ ഖുർആൻ അവതരിച്ചത്. അങ്ങനെ ഓതിക്കൊടുത്ത സൂറത്ത് നിസാഇന്റെ 41-ാമത്തെ വചനം, വകൈഫ ജിഇനാക, എങ്ങനെ ഉണ്ടാവും നബിയെ? എല്ലാ ഉമ്മത്തിനെയും സാക്ഷികളായി നാളെ പരലോകത്ത് കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ, സൂറത്ത് നിസായിലെ 41-ാമത്തെ ആയത്ത്. അത് അങ്ങ് സാക്ഷിയായി പരലോകത്ത് അങ്ങയെ കൊണ്ടുവരും, അല്ലാഹു അങ്ങ് ദഅവത്ത് എത്തിച്ചോ. ഈ ആയത്ത് ഓതുന്ന സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഹസ്ബുക്കല്ലാൻ, നിർത്തു അബാ മസ്ഊദ്, എനിക്ക് ഖുർആൻ കേൾക്കാൻ കഴിയുന്നില്ല. ഞാൻ റസൂലുള്ളാഹിനെ തിരിഞ്ഞു നോക്കി, ഫൈദാ ഐനാഹു തദ്രിഫാൻ, റസൂലുള്ളാഹിന്റെ കണ്ണിൽ കണ്ണീർ ധാരയായി ഒഴുകുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ എന്ന ആയത്തോതുമ്പോൾ പൊട്ടിക്കരയുകയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. അപ്രകാരം തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ അരുമ സ്വഹാബിയായ ഉമർ റളിയല്ലാഹു തആല, ഇന്ന അദാബ റബ്ബിക ലവാഖി, റബ്ബിന്റെ ശിക്ഷ സംഭവിക്കും, മാലഹു മിൻ ദാഫി, തടുക്കാൻ കഴിയുകയില്ല എന്ന് ഉമർ റളിയല്ലാഹു രാത്രിയിൽ പ്രജകളുടെ കാര്യം അന്വേഷിക്കാൻ ഇറങ്ങി നടന്നപ്പം ഒരു വീട്ടിൽ നിന്ന് പാരായണം കേട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് 1 മാസക്കാലം പുറത്തിറങ്ങാതെ ഖുർആനിന്റെ ആ ഷോക്ക്, ഒരായത്തിന്റെ ആ സ്വാധീനം മനസ്സിൽ വല്ലാതെ ചെലുത്തി എന്നുള്ളതാ. എത്രയോ അനുഭവങ്ങൾ നമ്മൾ ആലോചിച്ച്, എത്രയോ നമ്മൾ സൂറത്തുകൾ പാരായണം ചെയ്യുന്നത്. സ്വഹാബാക്കൾ ഒരായത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല, കരയുകയാണ്, അവരുടെ മനസ്സിനെ സ്വാധീനിക്കുകയാണ്, അവരുടെ ജീവിതത്തിൽ പകർത്തുകയാണ്. വിശ്വാസികളെ, ഇതായിരിക്കണം യഥാർത്ഥ ഖുർആൻ പാരായണം. ഈ പാരായണത്തിലൂടെ ഈ ഇത്തിബാ ഉണ്ടാകണം, ഈ ഖുർആനിന്റെ ആയത്തുകൾ പിൻപറ്റണം. അതാണ് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹു ഇറക്കിയത് പിൻപറ്റൂ എന്ന് പറഞ്ഞാൽ അല്ലാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കൂ, അല്ലാഹനോട് മാത്രം ആരാധന, ഇസ്തിഗ്ഹാസ, തവസ്സുൽ നടത്തൂ എന്ന് പറഞ്ഞാൽ, ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാൻ, ഞങ്ങളെ പിതാക്കന്മാർ ചെയ്തതൊക്കെ ഞങ്ങൾക്ക് മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. അവലോ കാന ആബാഉ ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവർക്കൊന്ന് ചിന്തിക്കാനും അറിയാനും
കഴിഞ്ഞില്ല എങ്കിലും എന്ന് പറയുക ഖുർആൻ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട് വിശ്വാസികളെ, അല്ലാഹു തആല നമ്മളോട് പറയുന്ന ഒരു വചനം, അല്ലാഹു തആല പറയാ ഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്, അനുഗ്രഹീതമായ ബർക്കത്തുള്ള ഗ്രന്ഥമാണ്. ഫത്തബിഊഹു, നിങ്ങൾ അത് പിൻപറ്റണം, ഇത്തിബാ ചെയ്യണം ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ, പാരായണം ചെയ്യുന്ന കാര്യങ്ങൾ. വത്തഖൂ ലഅല്ലക്കും തുർഹമൂൻ, അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. അത് ലഭിക്കാനായിരിക്കണം വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടെയെങ്കിലും നമ്മുടെ ഈമാനിന്റെ കുറവായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ പാരായണത്തിൽ നമ്മുടെ മനസ്സുകളെ പിടിച്ചു കുലുക്കാത്തത്. അല്ലാഹു തആല ചോദിക്കുക, ഈ ഖുർആനിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണ് അല്ലേ, നിങ്ങൾ ചിരിക്കുകയാണ്, കരയുന്നില്ല അല്ലേ, വഅൻതും സാമിദൂൻ, നിങ്ങൾ അശ്രദ്ധയിലാണ് അല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനമുണ്ട്, പിൽക്കാലഘട്ടം പിന്നിടുമ്പം എന്റെ ഉമ്മത്തിലെ ഒരാളുകൾ വരും, അവർ ഖുർആൻ യഖറഊനൽ ഖുർആൻ, ഖുർആൻ നന്നായി അവർ പാരായണം ചെയ്യും. പക്ഷേ ആ ഖുർആൻ പാരായണം അവരെ ഹനാസിറുകൾ തൊണ്ടക്കുഴക്ക് താഴെ വിട്ടുകിടക്കുകയില്ല എന്ന് പറയുന്ന വിഭാഗം, അതിൽ പെടാതിരിക്കാൻ വിശ്വാസികളെ ശ്രദ്ധിക്കുക, പകർത്തുക, ഉൾക്കൊള്ളുക. അല്ലാഹു വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹന്നാസ് ഊസിക്കും വസാനി ബിതഖവല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി ഖുർആൻ അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് തെരഞ്ഞെടുത്തത് തന്നെ ഖുർആന്റെ അവതരണമാണ് എന്നും ഷഹറുൽ ഖുർആൻ ആകുന്നു റമളാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും പിൻപറ്റുകയും ചെയ്യൽ വിശ്വാസികളായ നമ്മുടെ മേൽ കടമയാണ്. അത് പാരായണം ചെയ്യുന്നത് പോലെ പകർത്തണം, പിൻപറ്റണം, അതുകൊണ്ട് അമല് ചെയ്യണം. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാരകമായൊരു ശിക്ഷ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുത്ത ഒരു സംഭവത്തിൽ കാണാൻ കഴിയും. നാളെ ഖബർ മുതൽ തന്നെ വലിയൊരു പാറക്കല്ല് കൊണ്ടുവന്ന് ഒരു മനുഷ്യന്റെ തലയിലേക്ക് എറിഞ്ഞിട്ട് അയാളുടെ തലയെ പൊട്ടിച്ച് കളയുകയും ആ തലയുടെ ഭാഗങ്ങൾ ചിന്നിച്ചിതറി പോവുകയും വീണ്ടും ഒരുമിച്ച് കൂടി വരികയും ചെയ്യുകയും വീണ്ടും ഒരു മനുഷ്യൻ വന്ന് ആ തല എറിഞ്ഞു പൊട്ടിക്കുകയും ഈ ദാരുണമായ രംഗം കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ഹാദാ, ഇതെന്താണ്? ആ സമയം പറയും, ഇൻതലിക്ക്, നടക്കൂ. എന്നിട്ട് എൻ്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തെടുത്ത് നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വറജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ, ഒരാളെ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു. ഫനാമ അൻഹു ബില്ലൈൽ, രാത്രിയിൽ അയാൾ ഉറങ്ങും. വലം യഅമൽ ഫീഹി ബിന്നഹാർ, പകലിൽ അയാൾ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാറില്ല. രാത്രിയിൽ അവർ അതിൽ വിശദീകരണത്തിൽ കാണാം, ഫർദ് നമസ്കാരങ്ങൾ നമസ്കരിക്കാത്ത ഉറങ്ങുന്ന ആളുകൾ യുഫ്അലു ബിഹി ഇലാ യൗമിൽ ഖിയാമത്ത്, നാൾ വരെ ഖബർ മുതൽ ശിക്ഷ അനുഭവിക്കും. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മളെ തെറ്റുകളും കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടാകും, തൗബ ചെയ്ത് മടങ്ങാനുള്ള ഒരു ശഅറുൽ മഗ്ഫിറയും കൂടിയാണ് പരിശുദ്ധ റമളാൻ. അള്ളാഹിന്റെ ഹബീബ് മിമ്പറിൽ കയറി 3 പ്രാവശ്യം 3 ചവിട്ടടികൾ കയറിയപ്പോൾ ആമീൻ പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, എന്താണ് നബിയെ നിങ്ങൾ ഇങ്ങനെ ആമീൻ പറയുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, അതാനി ജിബ്രീൽ ഫഖാല യാ മുഹമ്മദ്, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ്, മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹു അല്ലാഹു ഫഖുൽതു ആമീൻ. തീർച്ചയായും റമളാനിൽ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ ഒരു മനുഷ്യൻ റമളാൻ കഴിഞ്ഞു കടന്നു പോവുകയാണെങ്കിൽ അവൻ തീർച്ചയായും നശിക്കട്ടെ, അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാണെന്ന് റസൂലുള്ളാഹ്. അതുകൊണ്ട് ശഅറുൽ മഗ്ഫിറയാൻ, മൻ സ്വമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈമാനോടുകൂടി ഇഹ്തിസാബോട് കൂടി നോമ്പനുഷ്ഠിച്ചാൽ നമ്മളെ പാപങ്ങൾ പൊറുക്കും. മൻ ഖാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നമ്മുടെ രാത്രി നമസ്കാരത്തിൽ ഈമാനോട് തഖ്വയോട് കൂടി ആയിരിക്കണം, ഇഹ്തിസാബോട് കൂടി ആയിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. എന്നാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കും. മൻ യഖും ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് മഗ്ഫിറത്ത് കൊടുക്കുക. മഗ്ഫിറത്തിന്റെ മാസം കൂടിയാണ് റമളാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പാപങ്ങൾ പൊറുക്കപ്പെടാൻ തേടുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു മുത്തഖീങ്ങളായ മുവഹ്ഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും എല്ലാം നൽകുമാറാവട്ടെ.